നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പറവൂർ താലൂക്ക് സർക്കാർ ആശുപത്രി വളപ്പിലെ മരം വെട്ടുന്നതിനിടെ കയർ കഴുത്തിൽ മുറുകി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് വയനാട് വൈത്തിരി സ്വദേശി മോഹൻകുമാർ. ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിയ വാഹനത്തിനു പുറകിൽ KSRTC ബസ് ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. ഒഴിവായത് വൻ ദുരന്തം. കാട്ടാനക്കൂട്ടം ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് പതിവായി. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനു മുന്നിൽ കാട്ടാനയെത്തി. വാർത്തകൾ വിശദമായി. പറവൂർ താലൂക്ക് സർക്കാർ ആശുപത്രി വളപ്പിലെ മരം വെട്ടുന്നതിനിടെ കയർ കഴുത്തിൽ മുറുകി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. തത്തപ്പിള്ളി വല്യത്ത് റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന വയനാട് വൈത്തിരി വട്ടപ്പാറ ഐഷ പ്ലാന്റേഷനിൽ 28 വയസ്സുള്ള മോഹൻകുമാറാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 3:30-യോടെയാണ് സംഭവം. ആശുപത്രി വളപ്പിൽ അപകട നിലയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവർത്തികൾ നടക്കുകയായിരുന്നു. മോഹൻകുമാർ മരത്തിൽ കയറി കൊമ്പുകൾ മുറിക്കുന്നതിനിടയിൽ കൊമ്പൊടിഞ്ഞ് താഴേക്ക് പതിച്ചു. ഇതിനിടയിൽ മോഹൻകുമാർ സുരക്ഷയ്ക്കായി ശരീരത്തിൽ കെട്ടിയിരുന്ന കയർ ശരീരത്തിൽ മുറുകി. കഴുത്തിലും നെഞ്ചിലും കയർ മുറുകിയതോടെ താഴേക്ക് ഇറങ്ങാൻ പോലും കഴിയാതെ മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. നിരവധി ആളുകൾ നിസ്സഹായരായി നോക്കി നിൽക്കവെയാണ് അപകടം നടന്നത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എത്തിയ 10 അംഗ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ 1.5 മണിക്കൂറോളം ശ്രമിച്ചാണ് മൃതദേഹം താഴെയിറക്കിയത്. സുനിൽകുമാർ, രഞ്ജിത്ത്, ഷെരീഫ് എന്നിവർ മരത്തിൽ കയറി മൃതദേഹം താഴെയെത്തിച്ചു. പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മീഡിയ ടൈം, പറവൂർ. ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിയ വാഹനത്തിനു പുറകിൽ KSRTC ബസ് ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. ഒഴിവായത് വൻ ദുരന്തം. ചില്ലുപൊട്ടി വീണതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് അപകടം ഉണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ പിൻവശം തകർന്നു. ഗ്യാസ് നിറച്ചിരുന്ന 371 സിലിണ്ടറുകൾ താഴെ വീണു. റോഡിൽ വാഹനത്തിന്റെ ചില്ല് പൊട്ടി വീണതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ചാലക്കുടി അഗ്നിശമന സേന സ്ഥലത്തെത്തി സിലിണ്ടറുകൾ മാറ്റി ചില്ലുകൾ നീക്കം ചെയ്തു. ചാലക്കുടി പോലീസും സ്ഥലത്തെത്തി. ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ PO വർഗീസിന്റെ നേതൃത്വത്തിൽ TD ദീപു, U അനൂപ്, അരുൺ K, രോഹിത് ഉത്തമൻ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കാട്ടാനയെത്തി. ബുധനാഴ്ച പുലർച്ചെയാണ് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനു മുന്നിൽ കാട്ടാനയെത്തിയത്. സ്റ്റേഷനു മുന്നിലെ തെങ്ങിൽ നിന്നും തേങ്ങയിടാൻ ശ്രമവും നടത്തിയ ആന പോലീസിന്റെയും വനപാലകരുടെയും ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് വനത്തിലേക്ക് പോയത്. അതിരപ്പള്ളി മേഖലയിൽ പകൽ സമയങ്ങളിലും കാട്ടാനക്കൂട്ടം ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. മതിലകം പുതിയകാവിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. 6 ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് സാധനങ്ങൾ കവർന്നു. പുതിയകാവ് സെന്ററിന് സമീപം പ്രവർത്തിക്കുന്ന മലഞ്ചരക്ക് കടയിലാണ് മോഷണം നടന്നത്. കടയുടെ ഷട്ടറിന്റെ പൂട്ട് പൊളിച്ച് കടയിൽ സൂക്ഷിച്ചിരുന്ന അടയ്ക്ക, ജാതിക്ക, ജാതിപത്രി, ജാതിപ്പൂവ് എന്നിവയാണ് മോഷണം പോയത്. 30 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 1500 കിലോ അടയ്ക്ക, 150 കിലോ ജാതിക്ക, 20 കിലോ ജാതിപത്രി, 50 കിലോ ജാതിപ്പൂവ് എന്നിവയാണ് നഷ്ടപ്പെട്ടത്. ഇന്ന് രാവിലെ നാട്ടുകാരാണ് മോഷണം നടന്നതറിഞ്ഞ് ഉടമയെ വിവരമറിയിച്ചത്. ശ്രീനാരായണപുരം പത്താഴക്കാട് സ്വദേശി പാമ്പിനെഴുത്ത് അബ്ദുൾ റഷീദിന്റെ കടയിലാണ് മോഷണം നടന്നത്. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, മതിലകം. മാള സർവീസ് സഹകരണ ബാങ്ക് ഉമ്മൻചാണ്ടി എക്സലൻസ് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഓണച്ചന്തയുടെ ഉദ്ഘാടനവും നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ മേഖലയെ കുറിച്ചൊക്കെ തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വിദ്യാഭ്യാസ അവാർഡും. അതോടൊപ്പം തന്നെ ഓണച്ചന്തയിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഓണം വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. മാവേലിയെക്കുറിച്ച് അതിൻ്റെ ചരിത്ര പശ്ചാത്തലമോ ഐതിഹ്യങ്ങളോ ദൈവികമായിട്ടുള്ള ഒന്നും തന്നെയല്ല എന്നോട് ഞാൻ പറയുന്നത്. മാവേലി നാട് വാണിരുന്നാലും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. അവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണങ്ങളില്ല, ഭാഷകളിലൊന്നുമില്ല.
ഒരു സമത്വാധിഷ്ഠിതമായിട്ടൊരു സാമൂഹ്യ ക്രമം എന്നുള്ളത് മാത്രം. അവിടെയാണ് ഏറ്റവും വലിയൊരു സന്ദേശമാണ് നമുക്ക് അതിലൂടെ നൽകുന്നത്. ബാങ്ക് പ്രസിഡന്റ് ജോഷി പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സിനി ബെന്നി, ബാങ്ക് ഡയറക്ടർമാരായ PCGP, സിന്ധു അശോകൻ, പോൾസൺ ഒളാട്ടുപുറം, ബിന്ദു പ്രദീപ്, വിൽസൺ കാഞ്ഞൂത്തറ, ജെയ്സൺ മാളിയേക്കൽ, PK ഗോപി, പ്രീജ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി NC നിക്സൺ എന്നിവർ സംസാരിച്ചു. ബാങ്ക് അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് പുരസ്കാരവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് KSP മിൽ കൺട്രോൺസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച മേലടൂർ മലയാംകുന്ന് അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എന്നോട് ഇനിയുമുള്ള വികസന പ്രവർത്തനങ്ങളോട് സൂചിപ്പിച്ച പ്രകാരം ഇനിയുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നടത്തണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ നമുക്കറിയാം, ഇത്തരത്തിൽ ഉള്ള അംഗൻവാടി ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നൊരു സംശയം. അത്ഭുത ലോകത്താണ് നമ്മുടെ കുട്ടികളെ കൊണ്ടിരിക്കുന്നത്. ഇനിയും വികസന കാര്യങ്ങൾ നിലയിൽ നിന്നുകൊണ്ട് തന്നെ പ്രസിഡന്റും അതുപോലെ തന്നെ സതീഷ് ചേർന്ന് നിങ്ങളുടെ വാർഡിലും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വാർഡ് മെമ്പർമാർ അവരുടേതായിട്ടുള്ള വാർഡുകളിലും ഇത്തരത്തിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കൾക്കും നാട്ടുകാർക്കും വികസനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ല ശ്രമങ്ങൾ തീർച്ചയായിട്ടും അന്നമനട ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. കമ്പനി പ്രതിനിധി B ഹരികൃഷ്ണൻ, TK സതീശൻ, സിന്ധു ജയൻ, ഷീജ നസീർ, KK രവി നമ്പൂതിരി, മഞ്ജു സതീശൻ, KA ഇക്ബാൽ, KA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ആലത്തൂർ വില്ലേജ് ഓഫീസർ MH നൌഷാദ്, മലയാളി മംഗ വിന്നർ ശ്രീലക്ഷ്മി മോഹനൻ, അംഗനവാടി ടീച്ചർ ഇന്ദിര തുടങ്ങിയവരെ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പറവൂർ താലൂക്ക് സർക്കാർ ആശുപത്രി വളപ്പിലെ മരം വെട്ടുന്നതിനിടെ കയർ കഴുത്തിൽ മുറുകി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് വയനാട് വൈത്തിരി സ്വദേശി മോഹൻകുമാർ. ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിയ വാഹനത്തിനു പുറകിൽ KSRTC ബസ് ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. ഒഴിവായത് വൻ ദുരന്തം. കാട്ടാനക്കൂട്ടം ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് പതിവായി. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിൽ കാട്ടാനയെത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.